ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും ഒന്നിച്ചായിരിക്കാനായിട്ട് കർത്താവ് ഈ ദിവസം അനുവദിച്ചു തന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രമോദ് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദൈവം യഥാർത്ഥത്തിൽ ദാഹമുള്ളവരോട്, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവരോട് സംസാരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഹൃദയത്തിലെ കർത്താവിനെ അറിയാനുള്ള ഒരു ദാഹത്തിനും കർത്താവിനെ അറിയാനുള്ള, കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള നമ്മുടെ താല്പര്യം എത്രമാത്രമുണ്ടോ അതിനനുസൃതമായിട്ട് മാത്രമേ കർത്താവ് നമ്മളോട് ഇടപെടുന്നുള്ളൂ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമുണ്ട്, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. നമുക്ക് ഈ പുതിയ നിയമം വായിക്കുമ്പോൾ അറിയാവുന്ന ഒരു കാര്യം, മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, യഥാർത്ഥത്തിൽ ദൈവം രൂപാന്തരം വരുത്തുന്ന ഒരു ദൈവമാണ്. ദൈവം പാപികളെ വിളിക്കുന്നു, അല്ലാതെ നന്മയുള്ളവരെയും നല്ലവരായിട്ടുള്ള ആളുകളെ ഒന്നുമല്ല ദൈവം യഥാർത്ഥത്തിൽ വിളിക്കുന്നു. മറിച്ച് തങ്ങള് പാപികളാണെന്ന് ബോധ്യമുള്ളവരെയാണ് ദൈവം യഥാർത്ഥത്തിൽ തൻ്റെ രഹസ്യങ്ങളെ അറിയിക്കാനായിട്ട്, തൻ്റെ വഴികളെ അറിയിക്കാനായിട്ട് ദൈവം വിളിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും. ഞാനൊരു പാപിയാണ് കർത്താവെ, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് രക്ഷ ആവശ്യമുണ്ട് എന്ന് കർത്താവിൻ്റെ മുൻപാകെ ഏറ്റു പറയുന്നവരോടാണ് യഥാർത്ഥത്തിൽ കർത്താവിന് താല്പര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഒരു നിലയിൽ തന്നെ വരേണ്ടിയിരിക്കുന്നു. നമുക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു സഹോദരൻ സംസാരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ ഗാന്ധിജിയൊക്കെ ഒരു വളരെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹം ബൈബിള് വായിക്കുകയും യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനാകാനുള്ള താല്പര്യം ഉണ്ടായില്ല. മറിച്ച് യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായിട്ട് സ്വീകരിക്കാനുമുള്ള ഒരു താല്പര്യം ഉണ്ടായില്ല. മറിച്ച് യേശു ക്രിസ്തു ജീവിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു അദ്ദേഹം. നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഈ ഗാന്ധിജിയും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ജീവിച്ച ഒരാളാണ് എന്ന് നമുക്ക് പുറമേ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചാലും ആ ഒരു നിലവാരത്തിൽ മാത്രമേ എത്താനായിട്ട് കഴിയൂ, ആ ഒരു വഴിയിൽ മാത്രമേ എത്താനായിട്ട് കഴിയൂ. ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, അതായത് കർത്താവിനെ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും ദൈവഭക്തിയുടെ വഴി എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. ഈ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, അതായത് 1 തിമോത്തിയോസ് 4-ാം അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ്, 7-8 വാക്യങ്ങളാണ്. ആ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യും. പക്ഷെ ഈ ദൈവഭക്തിയെക്കുറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നൊരിൽ എങ്ങനെയാ മനസ്സിലാക്കുക? ദൈവഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരാൾക്ക് മാത്രമേ ദൈവഭക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. യേശു കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പാപം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ, പാപബോധം ഉണ്ടാവുന്നുള്ളൂ. അതല്ലാതെ നമുക്ക് ഈ ഭക്തിയുടെ ചില കാര്യങ്ങളുണ്ട്. അതായത് കൊലോസി ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ നമുക്ക് ബാഹ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് കൊലോസി ലേഖനത്തിൽ പറയുന്നത് ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ എന്നാണ് പറയുന്നത്.
ദ റുഡിമെന്റ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ. ഈ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ള ചില പ്രവൃത്തികളാണ്. നമുക്ക് മതപരമായിട്ടുള്ള ചില നിഷ്ഠകൾ നമുക്കറിയാം. യഹൂദമതത്തിൽ നിന്നാണ്, യഹൂദമതത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ക്രിസ്ത്യാനിറ്റി ഉണ്ടായത്. അപ്പോൾ യേശു ക്രിസ്തു ഒരു യഹൂദനായിരുന്നു. അപ്പോൾ യഹൂദ മതത്തിൽ നിന്ന് ധാരാളം ആചാരങ്ങൾ അത് അവിടെ ഈ യഹൂദമതത്തെ അനുസരിക്കുന്ന ആചരിക്കുന്ന ആളുകൾക്ക് അത് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. അതിനകത്ത് ചില ദിവസങ്ങൾക്ക് കൂടുതൽ പവിത്രതയുണ്ടായിരുന്നു. വാവ്, ശബത്ത്, ഇങ്ങനെയൊക്കെയുള്ള പലതും അവർ നോക്കിയിരുന്നു, പല കാര്യങ്ങളും ചെയ്തിരുന്നു. അതുപോലെ ഭക്ഷണത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ചിലത് ശുദ്ധമായിരുന്നു, ചിലത് അശുദ്ധമായിരുന്നു, ചിലത് തൊട്ടുകൂടായിരുന്നു, ചിലത് രുചിച്ചുകൂടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല നിയമങ്ങളുണ്ടായിരുന്നു. തൊട്ടാൽ തന്നെ മനുഷ്യനെ അശുദ്ധനാക്കുന്ന ചില ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ചില മൃഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ നിലയിലൊക്കെ പല കാര്യങ്ങളും അവർ ആചരിച്ചു പോകുന്നത്. ഈ ആചരണത്തെക്കുറിച്ചൊക്കെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം, അതൊന്നും ദൈവഭക്തിയുടെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ യേശു കർത്താവിലേക്ക് വരുമ്പോൾ മാത്രമേ ഒരു മനുഷ്യന് ഈ ദൈവഭക്തി എന്താണ്, പാപം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് കഴിയുന്നത്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ ഈ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന് ക്രിസ്തുവിലേക്ക് വരാൻ കഴിയാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല പാപം എന്താണ്. പാപം എന്താണെന്ന് അദ്ദേഹത്തിന് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുമാത്രമാണ് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യം. അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു. ഏതൊരു മനുഷ്യനും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ആ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് എന്ന് നമുക്കറിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യേശു കർത്താവിനെ അറിയാത്ത ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവനെ ഒരു ധനികനായിട്ട് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അവനെ ഒരു ധനികനായിട്ടാണ് ദൈവം, അങ്ങനെയുള്ള ഒരു ധനികനെയാണ് യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് കഴിയും. അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ജോർജ് ബെർണാഡ് ഷാ എന്ന് പറയുന്ന ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്: എനിക്ക് യേശുക്രിസ്തുവിനെ ആവശ്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെന്ന് വരില്ലേ, അതൊക്കെ പരിഹരിക്കാൻ എനിക്കറിയാം എന്ന്. കാരണം അദ്ദേഹം ഒരു വലിയ ഫിലോസഫറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫിലോസഫേഴ്സിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അവർ ലോകത്തിലുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല ഡെഫിനിഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അവരതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു എസ്സേ തന്നെ എഴുതി തരും. വളരെ വിശദീകരണങ്ങൾ എല്ലാ കാര്യത്തെക്കുറിച്ചും, സൂര്യന് കീഴിലുള്ള സകല കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നവരാണ് ഈ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആന്തരിക ജീവനെ ഏതെങ്കിലും തരത്തിൽ അത് അനുഗ്രഹിക്കുന്നുണ്ടോ? അവരുടെ ആന്തരിക ജീവനിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ ദൈവത്തെ യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നവനാണ്. പക്ഷെ ആർക്കാണ് ഒരു മാറ്റം വരാനായിട്ട് കഴിയുന്നത്? അത് ദരിദ്രന്മാർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയത്തുള്ളൂ. ഞാനൊരു ദരിദ്രനാണ് എന്ന് ഞാൻ സ്വയം അംഗീകരിക്കണം. എനിക്ക് കർത്താവിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ അംഗീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മാറ്റം വരാനായിട്ട് കഴിയത്തുള്ളൂ.
ആ, പ്രമോദ് ബ്രദർ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യത്തോടുകൂടെ നമുക്കായിരിക്കാം എന്ന് പറഞ്ഞു. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൽ ദരിദ്രരല്ലേ? ആത്മാവിൽ ദരിദ്രരാണ്. നമ്മളെ നമ്മളെ നമുക്ക് ആ ഒരു നിലയിൽ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ദാരിദ്ര്യം എത്ര വലുതാണെന്നുള്ളത് കാണാനായിട്ട് പറ്റൂ. ഞാൻ പല സമയത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം, ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പല വിഷമങ്ങൾ പറയാറുണ്ട്. അവര് പറയുന്ന വിഷമങ്ങളൊക്കെ ഞാനിങ്ങനെ കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് തിരിച്ച് ഒന്നും കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. എൻ്റെ ശൂന്യത ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട്. പല വിഷമങ്ങൾ അവർ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത് ഒരു ആശ്വാസ വാക്കാണ്, അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്കാണ്. അങ്ങനെ ഒരു ധൈര്യപ്പെടുത്തലുകൾ ഞാൻ ചിലപ്പം കുറച്ച് വാക്കുകൾ പറയും, പക്ഷെ ആ വാക്കുകൾ അവരെ എത്രമാത്രം സഹായിക്കുന്നുണ്ടെന്നോ അവരെ എത്രമാത്രം ധൈര്യപ്പെടുത്തുന്നുണ്ടെന്നോ ഒന്നും എനിക്കൊരു ഉറപ്പുമില്ല. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഞാനൊരു ദരിദ്രനാണെന്നുള്ളതാണ്. ഞാൻ സമ്പന്നനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന വാക്കുകൾക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമായിരുന്നു. നമുക്ക് അറിയാം, യേശു കർത്താവ് ഏതെങ്കിലും ഒരുത്തനോട് എഴുന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുളക്കരയിൽ കിടന്ന ഒരു മനുഷ്യനെ അവന്റെ അടുത്ത് കർത്താവ് ചെന്ന് കഴിഞ്ഞിട്ട് നീ എന്നെ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു, ഞാൻ 38 വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുകയാണ്, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. കുളത്തിൽ വെള്ളം കലങ്ങുമ്പോൾ ഞാൻ ഇറങ്ങാവുന്നതിൽ എനിക്ക് സൗഖ്യം വരും, പക്ഷെ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ എങ്ങനെങ്കിലുമൊക്കെ നിരങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരുത്തിന് എനിക്ക് മുമ്പായിട്ട് ഇറങ്ങി കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ പരിശ്രമങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവ് അവനോട് എന്തോ പറഞ്ഞു? കർത്താവ് അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാന്ന് പറഞ്ഞു. നടക്കാന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് കിടക്കയെടുത്തു നടന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതാണ് സമ്പത്തെന്ന് പറയുന്നത്. അതായിരുന്നു യേശു കർത്താവ്. റിച്ച് ആയിട്ടുള്ള മനുഷ്യൻ, കർത്താവ് റിച്ചായിരുന്നു. അതാണ് ആത്മാവിലെ സമ്പന്നത എന്ന് പറയുന്നത്. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഞാൻ പറയുന്നത് വളരെ നിസ്സാരമാണ്. നമ്മുടെ വീട്ടിൽ വൈഫ് നമ്മളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം പറയുമ്പോൾ പോലും അവരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള വാക്കുകൾ പോലും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് വരുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ദാരിദ്ര്യം കാണുന്നത്. യേശു കർത്താവിന് ഒരു വൈഫ് ഉണ്ടായിരുന്നെന്നൊരിക്കൽ ആ വീട്ടിൽ ഒരു ദിവസമെങ്കിലും അസമാധാനത്തിന്റെ ഒരു കാര്യം ഉണ്ടാവത്തില്ല. കാരണം എന്തൊരു പ്രശ്നം പറഞ്ഞാലും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ, ഇനി അത് പരിഹരിച്ചില്ലെങ്കിൽ പോലും തൻ്റെ അടുത്ത് വന്ന പ്രശ്നം പറയുന്നവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ കർത്താവിന് കഴിയുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുറവ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ വളരെ വിദ്യാഭ്യാസമുള്ളവരായിരിക്കും, ബാങ്കിൽ നല്ല ബാലൻസ് കാണും, ഇതെല്ലാം ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ ദരിദ്രർ തന്നെയാണ്. എങ്ങനെ? ആത്മീയമായിട്ട് നമ്മൾ സമ്പന്നരാണെന്ന് ഒരിക്കൽ നമ്മുടെ അടുത്ത് വരുന്ന ഏതൊരു മനുഷ്യനെയും സൗഖ്യമാക്കാനായിട്ട് നമുക്ക് കഴിയും. ഏതൊരു മനുഷ്യനെയും അവനെ ഉറപ്പിക്കാൻ നമുക്ക് കഴിയും, അവനെ ശക്തീകരിക്കാൻ നമുക്ക് കഴിയും, അവനെ കർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. യേശു കർത്താവിനെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, യേശു കർത്താവിനെ കാണുന്ന ഏതൊരു വ്യക്തിക്കും മാനസാന്തരം ഉണ്ടാകും. ഒരു സക്കായിയെ നമുക്കറിയാം. സക്കായിയെ യഥാർത്ഥത്തിൽ കർത്താവിനെ ഒന്ന് കാണണമെന്ന് മാത്രമേ സക്കായി ആഗ്രഹിച്ചുള്ളൂ. കർത്താവ് എങ്ങനെ ഇരിക്കുന്നത്, വെളുത്താന്നോ കറുത്താന്നോ, നീളമുള്ളവനാണോ എൻ്റെ കൂട്ട് നീളം കുറഞ്ഞവനാണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലാണ് സക്കായി മരത്തിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നത്. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വരുവാണെന്ന്. ഇറങ്ങി വാ താഴെ, നമ്മൾ ഒന്നിച്ചിന്ന് നിന്റെ വീട്ടിൽ നിന്ന് കൂടുകയാണ് എന്ന് പറഞ്ഞു. കർത്താവ് അവന്റെ വീട്ടിൽ ചെന്നതോടുകൂടി അവന്റെ വായിലെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടായി, അവന്റെ ഹൃദയത്തിലെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടായി, അവന്റെ മനസ്സിൽ അവനെക്കുറിച്ച് ഉണ്ടായിരുന്ന എല്ലാ മതിപ്പും നഷ്ടപ്പെട്ടു.
അവൻ പറഞ്ഞു, കർത്താവേ, ഞാനൊരു കള്ളനാണ്, നാട്ടുകാരുടെ ഇതെല്ലാം ഒത്തിരി പിടിച്ചു വാങ്ങിച്ച് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഞാനതെല്ലാം തിരിച്ചു കൊടുക്കാൻ പോവാണ്, ഞാനതെല്ലാം തിരിച്ചു കൊടുക്കാൻ പോവാണ്. ആ മനുഷ്യന്റെ അന്ന് രാത്രി ഞാൻ വിചാരിക്കുന്നത്, കർത്താവ് അവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ രാത്രിയില് വളരെ സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങിക്കാണും. അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ ഭയങ്കര സമാധാനത്തോടുകൂടി കിടന്നുറങ്ങിക്കാണും. അവന്റെ ജീവിതത്തിൽ, അവന്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടായിരുന്നു, ആ രോഗങ്ങളൊക്കെ അന്ന് സൗഖ്യമായി കാണും. കർത്താവിനെ ഒന്ന് തൊടുമ്പോൾ, കർത്താവ് നമ്മളെ തന്റെ സാന്നിധ്യം ഒന്ന് തരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായിട്ട് മാറുമായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആത്മാവിലുള്ള സമ്പന്നത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളെ കാണണം, നമ്മളെ തന്നെ കാണണം. ഞാൻ ഒരു ഒരു ദരിദ്രനാണ്, ഞാൻ ദരിദ്രനാണ്. ഇതൊക്കെ ഒന്ന് നിറച്ചാൽ മാത്രം മതി. നമ്മൾ ആർക്കും പണം കൊടുത്തൊന്നും ഒരാളെ സഹായിക്കേണ്ട ഒരു ആവശ്യമൊന്നും ചിലപ്പം വരത്തില്ല. മിക്കവാറും നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ സഹായിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ ഒരു സാന്നിധ്യമോ നമ്മുടെ ഒരു വാക്കോ ഒക്കെ മതി. പല ആളുകൾക്കും സൗഖ്യമുണ്ടാകും, പല ആളുകൾക്കും ധൈര്യം ഉണ്ടാകും ജീവിക്കാൻ. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാവുന്നൊരിക്കൽ സമാധാനമില്ലാത്തവരും ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ. അവരുടെ നടുക്കാണ് കർത്താവ് നമ്മളെ കർത്താവിന്റെ സാക്ഷികളായിട്ട് നിർത്തിയിരിക്കുന്നത്. അവരെ ഒന്ന് സ്പർശിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചർച്ചിലേക്ക് ഒരുത്തൻ വന്നാൽ അവൻ യഥാർത്ഥത്തിൽ കർത്താവിനെ തൊട്ടവനായിട്ട് മടങ്ങി പോകാനായിട്ട് കഴിയും. അത് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കർത്താവിനെ കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ മറ്റുള്ളവർക്ക്? ഇതുണ്ടാവണമെങ്കിൽ അതിനുള്ള ദാഹം നമ്മുടെ ഹൃദയത്തിൽ വേണം. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായിട്ട് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. അത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. അവിടെ നമ്മൾ നെടുമ്പാട് വീണ് കർത്താവിന്റെ മുമ്പിൽ, കർത്താവെ, ഞാൻ ആരുമല്ല, ഒന്നുമല്ല, ഐ എം നത്തിങ്, ഐ എം ഗുഡ് ഫോർ നത്തിങ്, ആ ഒരു ബോധ്യത്തോടുകൂടെ കർത്താവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവിനെ അല്പമെങ്കിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ വചനമല്ല യഥാർത്ഥത്തിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബൈബിൾ നോളജ് അല്ല യഥാർത്ഥത്തിൽ നമുക്ക് അധികമായിട്ടുണ്ടാവേണ്ടത്. മറിച്ച് കർത്താവിന്റെ മുൻപാകെ കർത്താവിനെ അധികമായിട്ട് കാണുകയും അറിയുകയും കർത്താവിനെ നമുക്ക് നേടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഒരുത്തൻ തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈ കാര്യം കർത്താവ് പറയുന്നത്, അവിടെ ഒരു കഥ പറഞ്ഞതിന് ശേഷം അതായത് രാത്രിയിൽ ഒരു സ്നേഹിതൻ തൻ്റെ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് തനിക്കൊരു 3 അപ്പം വായ്പ തരണം എന്ന് പറയാനായിട്ട് ചെല്ലുന്നതാണ്. അത് ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ തൻ്റെ സ്നേഹിതന്റെ അടുത്ത് ചെന്നിട്ട് അവനോട് പറയുകയാണ്, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് അപ്പം വേണം എന്ന് പറയുന്നു. അപ്പൊ അവന്റെ കയ്യിൽ വിളമ്പി കൊടുക്കാനില്ല. ഇത് എന്തിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്? കർത്താവ് പറയുന്നത് നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഒരു വഴിയെക്കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കാൻ വേണ്ടി കർത്താവ് ഒരു വഴി പറഞ്ഞു തരിക. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ ആ സ്നേഹിതൻ അവന്റെ സ്നേഹിതന്റെ അടുത്ത് രാത്രി ചെന്നിട്ട് അവനെ ബുദ്ധിമുട്ടിക്കുന്നത്? അവന്റെ അടുത്ത് സമ്പന്നനായ ഒരു സ്നേഹിതനുണ്ട്, അവനവിടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പൊ അവന്റെ വീട്ടിൽ ചെന്നിട്ടാണ്
ഇവൻ ചെന്ന് ഒരു യാചകനെ പോലെ മുട്ടി വിളിക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അവൻ സ്നേഹിതനാണ്, അവൻ സ്നേഹിതനാണ്, അത്രയും ക്ലോസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഈ അർദ്ധരാത്രിയിലൊക്കെ അവിടെ ചെന്നിട്ട് മുട്ടി വിളിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ അത്രയും വലിയ അടുപ്പമുള്ളതുകൊണ്ട്. ഇതുപോലുള്ള ഒരു കാര്യമായിരിക്കണം, ഇതുപോലുള്ള ഒരു മനസ്സായിരിക്കണം നിങ്ങളുടേത്. മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കാൻ, യേശു കർത്താവിനെ പകർന്നു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ഒരു മനസ്സുണ്ടായിരിക്കും. നമുക്ക് കർത്താവിന്റെ മുൻപാകെ പാതിരാത്രിക്ക് വീണ് കിടന്ന് ചോദിച്ചു വാങ്ങിച്ച്, പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങിക്കൊണ്ട് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ, മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാൻ, മറ്റുള്ളവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ. ഇനിയും ഭൗതികമായിട്ട് തന്നെ കൊടുക്കാൻ നമുക്ക് കൊടുക്കണമെന്ന് വരികയില്ല. അത് കർത്താവ് തന്നു കൊടുക്കുമ്പോൾ അതിനൊരു വ്യത്യാസം. രോഗശാന്തി തീർച്ചയായിട്ടും ഒരാൾക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ രോഗശാന്തി കൊടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അശുദ്ധാത്മാക്കള് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവനെ സൗഖ്യമാക്കാനുള്ള അധികാരം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് കർത്താവിൽ നിന്ന് പ്രാപിച്ച് വേണം നമുക്കത് ആ കാര്യങ്ങൾ ചെയ്യാൻ. കർത്താവിന്റെ നാമത്തിൽ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തന്നെയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ ആരുടെയും ഓണറിന് വേണ്ടിയല്ല, കർത്താവിന്റെ നാമത്തിൽ. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ അടുത്ത് വരുന്ന ഒരു സഹോദരന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേണം, എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹവും വാഞ്ചയും അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും നമുക്ക് വേണം. നമ്മുടെ ദാരിദ്ര്യത്തെ കാണാനായിട്ട് നമുക്ക് കഴിയും. ദാരിദ്ര്യത്തെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഒരിക്കൽ കർത്താവിന് നമ്മളെ നിറയ്ക്കാനായിട്ട് കഴിയും. കർത്താവേ, ഞാൻ ദരിദ്രനാണ്, എനിക്ക് തരണമേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപകരമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എനിക്ക് അല്പം ഉള്ളത് കൊണ്ടൊക്കെ ഞാൻ വളരെ തൃപ്തനായിട്ട് കിടന്നുറങ്ങുകയാണ് കർത്താവേ, അതെൻ്റെ പാപമാണ്. ഞാൻ ഇങ്ങനെ പോരാ. എന്നെ അതിനുവേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്. എന്നെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനോട് നിലവിളിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നിറയ്ക്കാൻ ശക്തനാണ്. മറ്റുള്ളവർക്ക് വാക്കുകൾ നൽകാനായിട്ട് തൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് അധികമായിട്ട് നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് വാക്കുകളെ നൽകും, മറ്റാളുകളോട് സംസാരിക്കാൻ, മറ്റാളുകളെ ബലപ്പെടുത്താൻ. നമ്മൾ ഈ 2 കൊരിന്ത്യരിൽ ഒരു 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദത്തമാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു വാക്യം ഉണ്ടല്ലോ, അതായത് ദൈവഭക്തിയോ ഇപ്പോഴുള്ളതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുള്ളതാണ് എന്ന്. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്, എന്നാൽ ദൈവഭക്തിയിൽ അഭ്യാസം ചെയ്യുക എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. എന്നിട്ട് പറഞ്ഞതാണ്, ദൈവഭക്തിയിൽ അഭ്യാസം ചെയ്യുന്നെന്ന് ഒരിക്കലും അത് ഇപ്പോഴത്തെ ജീവന്റെ, ഈ ഭൂമിയിലെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമുള്ളതാണ്. ഈ ഭൂമിയിലെ ജീവന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്ന ഒരു കാര്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കാൻ സകല സൽപ്രവൃത്തിയിലും പെരുകി വരുന്ന അനുഭവം ഉണ്ടാകാൻ തക്കവണ്ണം നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാണ്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. എന്നാൽ
വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തം. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തം. നമ്മളെക്കുറിച്ച് ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മളെ എല്ലാത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായിട്ട് സകല സൽപ്രവൃത്തിയിലും വർദ്ധിച്ചു വരണം എന്നാണ് ദൈവം യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ശക്തി യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിന് മാത്രമുള്ളതല്ല, ഭക്തിക്ക് വേണ്ടിയതും കൂടി നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമുക്ക് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. അത് തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നേരോടും ഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടത്. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും അഭക്തന്റെ വായിലെ വാക്കുകൾ, ഭക്തിയില്ലാത്തവന്റെ വായിലെ വാക്കുകൾ, അവിശ്വാസിയുടെ വായിലെ വാക്കുകൾ, അതൊക്കെ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകാൻ തക്കവണ്ണമാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ സുബോധത്തോടെ ജീവിക്കാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമുക്കറിയാം, മോശ ജനത്തെ വിളിവിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടി നടന്ന കാലത്തൊക്കെ അവർക്ക് യഥാർത്ഥത്തിൽ കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ അഭക്തിയായിരുന്നു, അവരുടെ ഭക്തികേടായിരുന്നു, അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു. ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായപ്പോഴൊക്കെ അവരുടെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ്. അവർ മോശയ്ക്ക് നേരെ പിറുപിറുത്തു, അവർ ദൈവത്തിന് നേരെ പിറുപിറുത്തു, അവർക്ക് കിട്ടിയ ഭക്ഷണത്തെക്കുറിച്ച് അവർ അതൃപ്തരായി, അവർക്ക് വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവര് പ്രശ്നമുണ്ടാക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭക്തികേടെന്ന് പറയുന്നത് ഒടുവിൽ അവരുടെ നാശത്തിൽ ചെന്ന് കലാശിച്ചു. അതുകൊണ്ടാണ് ഇവിടെ തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ടും തീത്തോസിനോട് പറയുകയാണ്, ദൈവത്തിന്റെ കൃപ ഉദിച്ചപ്പോൾ ആ കൃപ നമ്മളെ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും ലോകത്തിന്റെ മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കാൻ വേണ്ടതായ കൃപയാണ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതുപോലെ തന്നെ എന്തെല്ലാം നൽകി തന്നാലും, കാരണം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണവും, അവർക്ക് ആവശ്യമുള്ള വെള്ളവും, അവർക്ക് മരുഭൂമിയിൽ വേണ്ട തണലും, അവർക്ക് വേണ്ട രാത്രിയിൽ അവർക്ക് ദീപസ്തംഭം നൽകിക്കൊടുത്തു, മേഘസ്തംഭം നൽകിക്കൊടുത്തു. അതിലൂടെ അവർക്ക് വഴികാട്ടിയായിട്ട് ദൈവം നിന്നു. പകൽ മുഴുവനും അവരുടെ മേൽ മേഘസ്തംഭം ഉണ്ടായിരുന്നു, തണലായിട്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവര് ദൈവത്തിനെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ പിറുപിറുത്തു. അവര് മിസ്രൈമിലെ ജീവിതമായിരുന്നു ഏറെ നല്ലത് എന്ന് മോശയോട് പറയാനിടയായി തീർന്നു. അപ്പോ നോക്കുക, ഇതൊക്കെ നമ്മുടെയും വായിൽ നിന്ന് വരാനുള്ള സാധ്യതകൾ വളരെയധികം. നമുക്ക് എത്ര നല്ല ജീവിതം ലഭിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെക്കുറിച്ച് അതൃപ്തരായി തീരുകയും നമ്മുടെ ചർച്ചിനെ കുറിച്ചോ, ചർച്ചിലെ സഹോദരന്മാരെ കുറിച്ചോ, നേതൃത്വത്തെക്കുറിച്ചോ ഒക്കെ ചിലപ്പോൾ തൃപ്തിയില്ലാത്തവരായിട്ട് അതിനെതിരെയൊക്കെ സംസാരിച്ചെന്ന് വരും. മോശയെക്കുറിച്ച് അവർക്ക് തൃപ്തിയില്ലായിരുന്നു, മോശയ്ക്കെതിരെ അവർ സംസാരിച്ചു.
മോശയുടെ ഭാര്യ മോശയുടെ ഭാര്യയെക്കുറിച്ച് പോലും അവര് സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഭക്തികേടാണ്. ഇത് ഒരാളിൽ നിന്ന് തുടങ്ങി. ആദ്യം നമുക്കറിയാം മിരിയാമിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഈ മോശയുടെ ഭാര്യയ്ക്കെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ തുടങ്ങുന്നത് മിരിയാമിൽ നിന്നാണ്. പിന്നെ പിന്നെ അത് മറ്റു പലരിലേക്കും പടരുന്നതായിട്ട് നമ്മൾ കാണും. അതുപോലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന പല ജാതികളും, സമ്മിശ്ര ജാതികൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമ്മിശ്ര ജാതികളൊക്കെ ജാതികളിൽ നിന്ന് ഉണ്ടായ അതൃപ്തിയും ഒക്കെ യഥാർത്ഥത്തിൽ അത് മറ്റുള്ളവരിലേക്ക് പടരാൻ കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെ നിന്നെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു അതൃപ്തി ഉണ്ടെന്നൊരിക്കൽ നമ്മളെ കൃപ യഥാർത്ഥത്തിൽ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്ന ആ ശിക്ഷണത്തിലേക്ക് നമ്മൾ വരാൻ ശ്രദ്ധ വെക്കുന്നില്ലെങ്കിൽ, ദൈവത്തോടുള്ള ആ ഭക്തിയിൽ നമ്മൾ ജീവിക്കാനായിട്ട് ശ്രദ്ധ വയ്ക്കുന്നില്ലെന്ന് വരിക, നമ്മൾ പറയുന്ന കാര്യം എന്താണ്, ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സുബോധത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വരിക, എവിടെ നിന്നെങ്കിലും ഒക്കെ വരുന്ന ഭക്തികേടും, എവിടെ നിന്നും ഒക്കെ വരുന്ന അവിശ്വാസവും, എവിടെ നിന്നെങ്കിലും ഒക്കെ കടന്നു വരുന്ന മത്സരങ്ങളും ഒക്കെ നമ്മുടെ നാവിൽ നിന്നും വായിൽ നിന്നും ഒക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നത് വളരെ നല്ല ഒരു സഭയാണ്, വളരെ നല്ലൊരു കൂട്ടമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സഭയെ, സഹോദരന്മാരെ, സഹോദരിമാരെ ഒക്കെ നമുക്ക് നൽകി തന്നിരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും അവരെക്കുറിച്ച് എല്ലാ ദിവസവും ദൈവത്തോട് നന്ദി പറയേണ്ടവരാണ് നമ്മൾ. കർത്താവ്, എനിക്ക് ഈ സഹോദരന്മാരെയൊക്കെ നൽകി തന്നിരിക്കുന്നത് കൊണ്ട് നന്ദി കരയറ്റുന്നു. അവര് ഞങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ, അവർ ഞങ്ങൾക്ക് തരുന്ന നിയന്ത്രണങ്ങൾ, അവർ ഞങ്ങൾക്ക് തരുന്ന ശാസനകൾ, ഈ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ നന്ദി പറയും. അവർ തരുന്ന ഉപദേശങ്ങൾക്കായിട്ട് നന്ദി പറയും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ മേലാക്കി വെച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾക്ക് നമ്മൾ നന്ദി പറയുകയാണ് ദൈവത്തോട്. ആ നിയന്ത്രണങ്ങൾ നമ്മുടെ ജീവനെ പരിപാലിക്കുന്നു, നമ്മളെ ഓരോ ദിവസവും മുമ്പോട്ട് നടത്തുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. അതിനു മുമ്പ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? അതിനു മുമ്പ് പറയുന്ന കാര്യങ്ങൾ ലോകത്തിലെ പല കാര്യങ്ങളും, ഈ ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആകുലതകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ആകുലതയ്ക്ക് എങ്ങനെയാണ് നമുക്ക് ആകുലത നമ്മളിൽ നിന്ന് നീക്കിക്കളയാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴി എന്താണ്? ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ് അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. നമുക്ക് അത് യേശു കർത്താവ് ആ കാര്യം പറയാനായിട്ട് തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം വളരെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. അതിലെ ഒരു യജമാനൻ, അത് മാമോനാണ്. ആ യജമാനനെ നമ്മൾ സേവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആകുലതകളും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചിന്തകളും വളരുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയും. അത് മാറ്റണമെന്ന് വരികിൽ അതിനാവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, അവിടുന്നാണ് എൻ്റെ രാജാവ്. അവിടുന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ വചനം ഞാൻ പൂർണ്ണമായിട്ടും അനുസരിക്കും. ഇത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ, അതായത് ഈ ദൈവഭക്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, യേശു കർത്താവിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവഭക്തി പഠിക്കുന്നത്. യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താ? ബൈബിളിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിനകത്ത് ഒരു
സെന്റൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് 10-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യത്തിലാണ് ഹനനയാഗവും ഭോജനയാഗവും അല്ല, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗഹോമങ്ങളിലും നീ പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇതായിരുന്നു യേശു കർത്താവിലെ ദേഹോഭക്തി എന്ന് പറയും. യേശു കർത്താവിന്റെ ഹൃദയത്തിലെ ഭക്തി എന്ന് പറയുന്നത് ഇതായിരുന്നു. ദൈവത്തിന് ഹനനയാകവും ഹനനയാകവും വഴിപാടും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല, ദൈവം ആഗ്രഹിച്ചില്ല. കർത്താവ് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? ബാക്കിയുള്ള ഇസ്രായേലിൽ ഉണ്ടായിരുന്ന മുഴുവൻ യഹൂദന്മാരും സകല ശാസ്ത്രിമാരും പരീശന്മാരും പ്രമാണിമാരും പുരോഹിതന്മാരും എല്ലാം വിചാരിച്ചിരുന്നത് ദൈവത്തിന് ഹനനയാകവും ഹോമയാകവും വഴിപാടും ഒക്കെയാണ് ദൈവത്തിന് വേണ്ടിയതെന്നാണ്. പക്ഷെ കർത്താവ് മാത്രം കണ്ടെത്തി അവിടുന്ന് ഇതൊന്നും ഇച്ഛിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ എന്തായിരുന്നു കർത്താവ് ഇച്ഛിച്ചത്? ദൈവം ഇച്ഛിക്കുന്നതെന്ന് യേശു കർത്താവ് കണ്ടെത്തിയത്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, അത് നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയുള്ളതാണ്. അത് നിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതായിരുന്നു കർത്താവിന്റെ ദൈവഭക്തിയെ സംബന്ധിച്ചുള്ള സ്റ്റാൻഡേർഡ്. ദൈവഭക്തിയെക്കുറിച്ച് കർത്താവ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നതാണ്. ഇത് ഗ്രഹിച്ച പൗലോസ് അപ്പോസ്തലനാണ് നമ്മളോട് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 2-ാം വാക്യം കൂടെ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ മനസ്സുകളെ ദൈവത്തിന് ഏറ്റവും ആവശ്യമുള്ള ആരാധന അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സുകളെ ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തുക. ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുക. ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം നിങ്ങളുടെ ശരീരങ്ങളെ യാഗമാക്കി തീർക്കുക. നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ കണ്ണിനെ, നിങ്ങളുടെ കാതുകളെ ഒക്കെ തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം യാഗമാക്കി തീർക്കുക. ഇതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായിരിക്കുന്ന യാഗം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അതായത് 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാം. അവിടെ പറയുന്നത് ഇപ്രകാരം യാഗമായി തീർന്ന് ദൈവത്തിന്റെ ഹിതം ഗ്രഹിച്ചുകൊണ്ട് സ്വന്തം നാവിനെയും സ്വന്തം കാതുകളെയും സ്വന്തം കണ്ണിനെയും ഒക്കെ യാഗമാക്കി തീർത്ത, ആരാധനയാക്കി തീർത്ത ഒരു വ്യക്തി ദൈവത്തിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭയിലെ ശുശ്രൂഷകൾക്ക് ദൈവം നൽകിയ കൃപാവരങ്ങൾക്കൊത്തവണ്ണം ദൈവത്തിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിന്റെ സഭയെ, ശരീരമാകുന്ന സഭയെ സേവിക്കണം. അതാണ് താഴോട്ട് കാണുന്നത് മുഴുവനും അക്കമിട്ട് അദ്ദേഹം ഓരോന്നായിട്ട് പറയുകയാണ്. അവിടെ എന്തൊക്കെ ശുശ്രൂഷകളാണ് അവിടെ? പ്രവചിക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം, ഭരിക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം, കൊടുക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കണം, എല്ലാം ഓരോ കാര്യങ്ങളും അവിടെ ഇങ്ങനെ പറയും. അതിനുവേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാധനക്കാരായിത്തീരുന്നത്. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. അതാണല്ലോ നമ്മൾ ഇന്ന് തുടക്കത്തിൽ കേട്ടത്. തുടക്കത്തിൽ പറഞ്ഞു വന്ന ഒരു കാര്യം അതാണ്. ദൈവഭക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ. അപ്പോൾ ഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെയാണ്? അത് എൻ്റെ നാവ് കൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നു
എന്നുള്ളതിനെ സംബന്ധിച്ച് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാവണം. എൻ്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാക്കുന്നതായി തീരണം. ഇത്രയും നാൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതൊക്കെ എനിക്ക് മഹത്വം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. എനിക്ക് മഹത്വം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. അതിനെ ഞാൻ യാഗപീഠത്തിൽ വെച്ചു. ഇനി മുതൽ ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടായിരിക്കും. ദൈവത്തിന് മഹത്വം കരയറ്റാൻ വേണ്ടിയായിരിക്കും. ഇതുവരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ചുറ്റിലുമുള്ള ആളുകളെയൊക്കെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയായിരുന്നു. അവർ കുറവുള്ളവരാണെന്നും അവരുടെ കുറവുകളെ കുറിച്ച് പറയാനും അവരുടെ തെറ്റുകൾ പറയാനും ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇനി മുതൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരെ, അവരെ ദൈവം എനിക്ക് തന്നതാണ്. അവരെത്ര ശ്രേഷ്ഠതയുള്ളവരാണ്, അവരെത്ര മഹത്വമുള്ളവരാണ് എന്നുള്ളത് സംസാരിക്കാൻ വേണ്ടിയായിരിക്കും ഇനി മുതൽ ഞാൻ സംസാരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നാവും എൻ്റെ കാതും എൻ്റെ കണ്ണുകളും ഒക്കെ ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഓരോ ദിവസവും പഠിക്കും. ഓരോ ദിവസവും ഞാൻ പഠിക്കും. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനെ കൊടുക്കും. നിത്യജീവൻ ആർക്കാണ് കൊടുക്കുന്നത്? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യത്തിൽ എൻ്റെ അന്വേഷണത്തിൽ, ഇപ്പോഴത്തെ എൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ എന്ത് കാര്യത്തിനാണ്? ഇപ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഈ ലോകത്തിന്റെ കാര്യങ്ങളാണോ? അതോ ഞാൻ കർത്താവിനെ പോലെ ആയിത്തീരണം എന്നുള്ള ഒരു കാര്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഞാൻ യഥാർത്ഥത്തിൽ തേജസ് അന്വേഷിക്കുന്നത്? അങ്ങനെയെന്ന് വരികിൽ തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനെ കൊടുക്കും. നമ്മൾ സാധാരണ ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിനെ കർത്താവായിട്ടും രക്ഷിതാവായിട്ടും സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനെ ലഭിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അതൊരു പ്രാഥമിക ലെവൽ മാത്രമാണ്. അവിടെ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മുൻപോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ദൈവഭക്തിയിൽ അഭ്യാസം ചെയ്യുകയും വളരുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സായ് ബ്രദറൊക്കെ സംസാരിക്കുമ്പോഴേ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു 1-ാം ക്ലാസ്സിലേക്ക് എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി യേശുവിനെ കർത്താവായിട്ടും രക്ഷിതാവായിട്ടും സ്വീകരിക്കുന്നത്. പക്ഷേ 1-ാം ക്ലാസ്സുകാരൻ 1-ാം ക്ലാസ്സിൽ മാത്രം പഠിച്ചാൽ പോരല്ലോ. അവന് വീണ്ടും ക്ലാസ്സുകൾ മുൻപോട്ട് കിടക്കുക. 1-ൽ നിന്ന് അവൻ 2-ലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു, 2-ൽ നിന്ന് 3-ലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അവൻ്റെ അറിവിൻ്റെ ചക്രവാളം കൂടുതൽ കൂടുതൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓരോ പുതിയ ക്ലാസ്സിലേക്കും ചെല്ലുമ്പോൾ അവൻ്റെ അത്ഭുതം കൂടിക്കൂടി വരുവാണ്. അയ്യോ, ഞാൻ ഇത്ര നാളെ എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. അവൻ പുതിയ വാക്കുകൾ പഠിക്കുന്നു, കൂടുതൽ വലിയ സെന്റൻസുകൾ പഠിക്കുന്നു, പിന്നെ സ്റ്റോറീസ് ഒക്കെ വായിക്കാനായിട്ട് അവൻ പഠിക്കുന്നു, പിന്നെ പാട്ടുകൾ വായിക്കാനായിട്ട് അവൻ പഠിക്കുന്നു, കവിതകളൊക്കെ വായിക്കാൻ പഠിക്കുന്നു, പാട്ടുകൾ പാടുന്നു. അവൻ്റെ അറിവ് വളരെയധികം വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവഭക്തിയുടെ വഴിയിൽ ഓരോ ദിവസവും അഭ്യാസം ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ കർത്താവിനെ കൂടുതൽ കൂടുതൽ അടുത്തറിയുന്നവരായിട്ട് നമ്മൾ തീരും. കർത്താവിനെ കൂടുതൽ അടുത്തറിയുന്നവരായിട്ട് തീരുകയാണ്. കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അറിഞ്ഞു വരുവാണ്. അത് നമ്മളെ കൂടുതൽ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അന്വേഷണം നമുക്ക് യഥാർത്ഥത്തിൽ നല്ല പ്രവൃത്തിക്കുള്ള സ്ഥിരതയ്ക്ക് വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നവരായി തീരുന്നുണ്ടെങ്കിൽ, തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ തീരുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് ദൈവം കൈവിടാത്ത ഒരു ജീവിതം, ദൈവം കൈവിടാത്ത ഒരു ജീവിതം, ആ ജീവിതം എങ്ങനെയാണ് നമുക്ക് ലഭ്യമായി തീരുന്നത്? അതും നമുക്ക് ലഭ്യമായി തീരുന്നത് യഥാർത്ഥത്തിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് തൃപ്തിയോടുകൂടി ജീവിക്കുക. തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി, തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണ് എന്ന്. തൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാണ് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ധനികനാകണമെന്ന് ഒരിക്കൽ അവന് സംതൃപ്തി ഉണ്ടായാൽ മാത്രം മതി. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ തൃപ്തിയുള്ളവരായിട്ട് ജീവിക്കാൻ, ഏതൊരു സാഹചര്യത്തിലും സംതൃപ്തരായിട്ട് ജീവിക്കാൻ യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെന്ന രീതിയിൽ അത് ദൈവഭക്തിയുടെ ഏറ്റവും വലിയൊരു വഴിയാണ്. തൃപ്തിയുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത് എത്ര സമാധാനമുള്ള വാക്കുകളായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരോട് വളരെ സമാധാനത്തോടു കൂടി സംസാരിക്കാനായിട്ട് കഴിയും. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് എത്ര അസമാധാനത്തോടുകൂടി വരുന്ന ഒരാൾക്കും അവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴേ അവർക്ക് വലിയൊരു സമാധാനത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ കിട്ടും. അത് തീർച്ചയായിട്ടും ഈ നിലയിലുള്ള ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവഭക്തി ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്വമുള്ളതാകിയാൽ ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക, ദൈവഭക്തിക്കൊത്തവണ്ണം അഭ്യാസം ചെയ്യുക. ഇത് നമ്മുടെ സാധാരണ ജീവിതത്തെ യഥാർത്ഥത്തിൽ അധികം അനുഗ്രഹിക്കാനായിട്ട്, അത് ഒരു പുറമേ ഉള്ള, നമ്മൾ ഇടയ്ക്ക് ഒരു വാക്യം ഇങ്ങനെ കണ്ടായിരുന്നു, ഈ കൊലോസി ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യം. ആ കൊലോസി ലേഖനത്തിൽ പറയുന്ന ആ ഒരു വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ പുറമേ ഉള്ള വർജനം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അവിടെ പറയുകയാണ്, അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളവർ, ജഡാഭിലാഷം അടക്കുവാനും പ്രയോജനമുള്ളതല്ല. അതൊക്കെയും സ്വേച്ഛാരാധനയിലും, സ്വന്തം ഈ ഇച്ഛയുടെ ആരാധനയാണ് സ്വേച്ഛാരാധന. സ്വന്തം താല്പര്യങ്ങളെ ആരാധിക്കുന്നവർ, ജഡമനസ്സിലുള്ള ഒരു ആരാധന, അവർക്ക് ഒരു താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും ഒക്കെ അവർക്ക് വലിയ താല്പര്യമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സാധാരണ മനുഷ്യന്റെ ദൈവഭക്തിയുടെ വഴികളാണ് ഇതൊക്കെ. ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയോ, ഏതെങ്കിലും തരത്തിൽ ശരീരത്തെ പീഡിപ്പിക്കുകയോ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള താഴ്മകളും, വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കുക, ഈ തരത്തിലൊക്കെയുള്ള ചില ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ ഉള്ള വ്യത്യാസങ്ങൾ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ വഴിയിലേക്ക് കർത്താവിനോട് ചേർന്ന് നടക്കാനായിട്ട് നമ്മൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ അനുഗ്രഹിക്കും,
അത് എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില വർജനങ്ങൾ നടത്തുന്നതിലൂടെ അല്ല, മറിച്ച് പാപത്തെ ഒഴിഞ്ഞിട്ട് നമ്മൾ ആളുകളെ എങ്ങനെ അനുഗ്രഹിക്കും എന്നുള്ള ഒരു നിലയിലേക്ക് മാറുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ വഴി എന്ന് പറയുന്നത്. ആ വഴിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് അധികം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട്. അധികം അധികം ദൈവത്തിൻ്റെ, യേശു കർത്താവിനെ നമുക്ക് അധികം കാണേണ്ടതായിട്ടുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കാം. നമുക്ക് അതിനുവേണ്ടി നമ്മളെ തന്നെ കർത്താവിന് നൽകാം. കർത്താവ് നമ്മളെയൊക്കെ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവഭക്തിയുടെ വഴിയിൽ ഓരോ ദിവസവും കൂടുതൽ അഭ്യാസം ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ ഈ നാളുകളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങൾ ഇന്ന് ദൈവവചനം ശ്രദ്ധിച്ചതുപോലെ കർത്താവെ, ഞങ്ങൾ ദൈവഭക്തിയുടെ വഴി യേശു കർത്താവിൽ നിന്ന് തന്നെ പഠിക്കുവാൻ, കർത്താവ് എങ്ങനെയാണ് തൻ്റെ ശരീരം പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ അത് അനുഗ്രഹപൂർണമായി തീരുവാൻ, കർത്താവിൻ്റെ മുൻപാകെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളതും മനുഷ്യരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അനുഗ്രഹപൂർണമാക്കി തീർക്കുന്ന ഒരു ജീവിതത്തിനായിട്ടും കർത്താവെ ഞങ്ങളെ തന്നെ വ്യത്യാസപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമെന്ന് അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകളും ഒക്കെ തന്നെ കർത്താവ് യഥാർത്ഥത്തിൽ വ്യത്യാസമുള്ളതായി തീരണമെന്ന് അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അധികമായിട്ട് ഞങ്ങൾക്ക് പകർന്നു തരുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദോഹയിലെ ചർച്ചിനെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ തരുവാണ്. കർത്താവെ, അവിടുന്ന് സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാം പരിശുദ്ധാത്മാവിനാൽ അധികമായിട്ട് നിറയ്ക്കണം. അവർ കർത്താവെ ദോഹയിലുള്ള അനേകർക്ക് ഒരു സാക്ഷികളായിരിക്കുവാൻ, അനേകർക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അവരെ വ്യത്യാസപ്പെടും. ഞങ്ങൾക്ക് തന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് തന്ന വചനത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.